എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീകാന്ത്. ആഹ് ഇ- ഇന്ന് സയൻസ് പീപ്പിളിന്റെ ലൈറ്റ് വേസ് എന്ന ടോക്ക് സീരീസിലെ 93-ാമത്തെ ടോക്കിലേക്ക് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സ്പീക്കർ പ്രൊഫസർ ടൈറ്റസ് കെ മാത്യു ആണ്. അത് മാത്രമല്ല, നമ്മുടെ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും മോഡറേറ്റ് ചെയ്യാൻ പോകുന്നത് ഹരീഷ് തുരുത്തിപ്പള്ളിയാണ്. ഹരീഷ് ഇവിടെ പോളണ്ടിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ PhD സ്റ്റുഡൻ്റ് ആണ്. മെഷീൻ ലേണിംഗിലും അസ്ട്രോഫിസിക്സിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. സോ അത് മാത്രമല്ല, ഇന്നത്തെ ടോക്കിൻ്റെ ടൈറ്റിൽ ഫ്രം എമർജൻറ്റ് ഗ്രാവിറ്റി ടു എമർജൻറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ തേർഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനും ഹരീഷിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരീഷ്, പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടൈറ്റസ് കെ മാത്യു ആണ്. കഴിഞ്ഞ 17 കൊല്ലമായി കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അദ്ദേഹത്തിന്റെ റിസർച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനും, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ തന്നെ അതിന് നമ്മളിപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഡാർക്ക് എനർജി മോഡൽസ് അല്ലെങ്കിൽ ഡാർക്ക് എനർജി എന്നുള്ളൊരു ഫാക്ടർ കാരണം കൊണ്ടാണ് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ വിവിധ പോസിബിലിറ്റീസും വിവിധ തിയറീസും ടെസ്റ്റ് ഔട്ട് ചെയ്യുന്നതിൽ കേരളത്തിലെ ഒരു പ്രബലനായ ഒരു ഗവേഷകനാണ് പ്രൊഫസർ ടൈറ്റസ് കെ മാത്യു. ഈ അടുത്തായിട്ട് വളരെ പ്രസിദ്ധനായ പ്രൊഫസർ താണു പത്മനാഭൻ ഡെവലപ്പ് ചെയ്ത എമർജന്റ് ഗ്രാവിറ്റി എന്ന തിയറിയിലെ കോസ്മോളജിക്കൽ എക്സ്പാൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രൊഫസറാണ് പ്രൊഫസർ ടൈറ്റസ് കെ മാത്യു. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ്, ഫ്രം എമർജന്റ് ഗ്രാവിറ്റി ടു എമർജന്റ് സ്പേസ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനായി ഞാൻ പ്രൊഫസർ ടൈറ്റസ് കെ മാത്യുവിനെ ക്ഷണിക്കുന്നു. അതുപോലെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം, അല്ലെങ്കിൽ അതിനുശേഷം സംസാരം കഴിഞ്ഞതിന് ശേഷം പ്രൊഫസർ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. വെൽക്കം പ്രൊഫസർ. Thank you. So thank you, Harish, and also to science people in particular, and also to the audience. And I hope this is the second time I am sharing my thoughts or talks with the open platform of science people. Once again, I am thanking for the same. And with these words, I think I can move on to my talk. So let me begin. അറിയിപ്പിൽ പറഞ്ഞതുപോലെ, before that, let me ask, is there anybody who are not fine with Malayalam? Okay, hope I can continue in Malayalam. There is any other comment on that, then I can switch over to English language. The topic of today's talk is from emergent gravity to emergent space. And of course, we will concentrate on the application of this new theory to cosmology. ഇപ്പം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കൺസിഡറേഷനിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രപഞ്ചം വേണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട 3 എലിമെന്റ്സ് ആണെന്ന് പറയാം. ഒന്ന് സ്പേസ്, അല്ലെങ്കിൽ ഒരുമിച്ച് സ്പേസ് ടൈം, പിന്നെ മാറ്റർ, പിന്നെ റേഡിയേഷൻസ്. ഇതിൽ മാറ്ററിനെയും റേഡിയേഷനെയും കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ സ്പേസ് അല്ലെങ്കിൽ സ്പേസ് ടൈമിനെ കുറിച്ച് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് മറ്റ് 2 കമ്പോണൻസിനെ അപേക്ഷിച്ച് അത്ര മെച്ചപ്പെട്ട രീതിയിലല്ല. എന്ന് പറയുമ്പോൾ മാറ്ററിനെയും റേഡിയേഷനെയും മനസ്സിലാക്കിയതുപോലെ നമ്മൾ സ്പേസ് ടൈമിനെ
മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. മാറ്ററിനെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് നല്ല ധാരണകളുണ്ട്. ഈ മാറ്ററിനും റേഡിയേഷനും പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട്. റേഡിയേഷന് വേവ് നേച്ചർ കാണിക്കും, ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. റേഡിയേഷൻ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതേപോലെ ഈ ഡ്യുവൽ നേച്ചർ, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും മാറ്ററും കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ ഈ ഡ്യുവാലിറ്റി ഓഫ് വേവ്സ് ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയുന്നത് മാറ്ററും റേഡിയേഷനും, ഈ രണ്ട് കമ്പോണൻസും രണ്ടേയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അങ്ങനെ ഒരു കാര്യം നമുക്ക് സ്പേസിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് എ പ്രൈമറി ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പേസിനെ നമ്മൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്? സ്പേസിന് ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ടോ? അല്ലെങ്കിൽ മാറ്ററും റേഡിയേഷനും ഷെയർ ചെയ്യുന്നത് പോലെ ഒരു ഡ്യുവൽ നേച്ചർ സ്പേസിനുണ്ടോ, സ്പേസ് ടൈമിനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം അത്ര ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ശാസ്ത്രം. ശരിക്കും സ്പേസിനെ അല്ലെങ്കിൽ സ്പേസ് ടൈമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സ്പേസിനെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും അതിൻ്റെ നേച്ചറിനെ കുറിച്ചും നമുക്ക് ഒരു ഇനിഷ്യൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു നോളജ് തരുന്നത് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്. ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റിയാണ് ആദ്യമായിട്ട് സ്പേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്ററിൻ്റെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. മാറ്റർ റേഡിയേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി, ഫിസിക്കൽ എൻറ്റിറ്റിയാണ് സ്പേസ് ടൈം എന്നുള്ള ഒരു ആദ്യത്തെ അറിവ് നമുക്ക് തരുന്നത് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ടൈമിൻ്റെ ജോമെട്രി മാറ്ററിൻ്റെ പ്രസൻസിൽ ഓൾട്ടർ ചെയ്യപ്പെടും. അല്ലെങ്കിൽ സ്പേസ് ടൈമിൻ്റെ ജോമെട്രിയെ മാറ്റാനുള്ള കഴിവ് മാറ്ററിനുണ്ട് എന്ന് പറയുമ്പോൾ അത് തമ്മിലൊരു ഇൻ്ററാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്പേസിൻ്റെ സ്വഭാവം മാറ്റാൻ മാറ്ററിന് കഴിയുമെങ്കിൽ മാറ്റർ പോലെ തന്നെ ഒരു എൻറ്റിറ്റിയാണ് സ്പേസ് ടൈം ഇൻ ജനറൽ, സ്പേസ് ഇൻ പർട്ടിക്കുലർ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുൻപോട്ട് പോകാൻ മാറ്ററിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ്, സ്പേസ് ടൈമിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പേസ് ടൈമിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് പ്രാഥമികമായ ഒരു വിവരം നൽകുന്നത് ഐൻസ്റ്റൈൻ്റെ ഗ്രാവിറ്റി തിയറിയാണ്. ഐൻസ്റ്റൈൻ്റെ ഗ്രാവിറ്റി തിയറി അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം സ്പേസ് ടൈമിൻ്റെ കർവേച്ചറാണ്. നമുക്കറിയാം ഗ്രാവിറ്റിയെ കുറിച്ച് ആദ്യമായിട്ടുള്ള ഒരു സിദ്ധാന്തം വരുന്നത് ഐസക് ന്യൂട്ടണിൽ നിന്നാണ്. അത് 1665. ആ സിദ്ധാന്തപ്രകാരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ്, അട്രാക്ഷനാണ്, ഒരു യൂണിവേഴ്സൽ ഫോഴ്സാണ്. പക്ഷേ പല പരാധീനതകൾ ഉള്ളതുകൊണ്ട് ഗ്രാവിറ്റിയെ കുറിച്ചുള്ള അവസാന വാക്കല്ല ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി എന്നും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഗ്രാവിറ്റി തിയറിയുടെ ആവശ്യം വന്നപ്പോൾ ഏതാണ്ട് 300 വർഷങ്ങൾക്ക് ശേഷം 1915 ഒരു പുതിയ ഗ്രാവിറ്റി തിയറി ഐൻസ്റ്റൈൻ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. ചുരുക്കത്തിൽ അതൊരു റിലേറ്റിവിസ്റ്റിക് തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ ന്യൂട്ടോണിയൻ തിയറി ഓഫ് ഗ്രാവിറ്റി ആൻഡ് നോൺ റിലേറ്റിവിസ്റ്റിക് തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാമെങ്കിൽ ഐൻസ്റ്റൈൻ്റെ ഗ്രാവിറ്റി തിയറി റിലേറ്റിവിസ്റ്റിക് തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്. ആ തിയറിയുടെ ബേസിസിലാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ബലമല്ല, മറിച്ച് സ്പേസ് ടൈമിൻ്റെ കർവേച്ചറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് എങ്ങനെയാണ് ഒരു ബേസിക്കായിട്ട് നിങ്ങൾ സ്പേസ് ടൈമിൻ്റെ കർവേച്ചറാണ് ഗ്രാവിറ്റി എന്ന് മനസ്സിലാക്കാൻ
പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. ഈ ബേസിക് പ്രിൻസിപ്പിളിൻ്റെ പേര് എന്ന് പറയുന്നത് ഇക്വിവാലൻസ് പ്രിൻസിപ്പിൾ ഓർ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിവാലൻസ് എന്നാണ്. ഈ പ്രിൻസിപ്പിൾ പ്രകാരം സാധാരണ ഗ്രാവിറ്റിയും റിയൽ ഗ്രാവിറ്റിയും ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിമും തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സാധാരണ ഗ്രാവിറ്റിയിലുള്ള ഇഫക്റ്റ് തന്നെ ആയിരിക്കും ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിമിലും ഉണ്ടാകുന്നത്. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പകരം ഞാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളൊരു ഒരു ഒരു ഫ്രെയിമിലാണെന്ന് വിചാരിക്കുക, ഒരു ബോക്സിനകത്താണെന്ന് വിചാരിക്കുക, അസ്ട്രോണമിക്കൽ ബോക്സ് ഔട്ടർ സ്പേസിലുള്ളതാണെന്ന് വിചാരിക്കുക. അവിടെ ഗ്രാവിറ്റി ഒന്നുമില്ല, മറ്റ് ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സ്പേസ് ഷിപ്പ് ആയിരിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി എംപ്റ്റി. ദർ ഇസ് നോ ഗ്രാവിറ്റേറ്റിംഗ് ബോഡീസ് അറൗണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഫോഴ്സ് ഓർ ദർ ഇസ് നോ കർവേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രെയിമിൽ നിന്ന് അകത്ത് നിന്ന് ഒരു ഒബ്സർവർ ഒരു ടോർച്ച് തെളിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഇടതുവശത്ത് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടോർച്ചിൻ്റെ പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കും. ഇത് സാധ്യമാകുന്നത് ആക്സിലറേഷൻ ആ സ്പേസ് ഷിപ്പ് അനങ്ങാതെ നിൽക്കുമ്പോഴാണ്. അത് മൂവ് ചെയ്യുന്നില്ല, അതിൻ്റെ ആക്സിലറേഷൻ 0 ആണ്. ഇനി നിങ്ങൾ ഈ ഫ്രെയിം ഒരു ആക്സിലറേഷനിൽ മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഏറ്റവും നല്ലത് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് തുല്യമാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ആ സ്പേസ് ഷിപ്പ് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അകത്ത് നിൽക്കുന്ന ആള് ടോർച്ച് അടിക്കുമ്പോൾ ആ പ്രകാശം മറ്റേ ചുവരിൽ എത്തുന്നതിന് മുമ്പ് സ്പേസ് ഷിപ്പ് കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പ്രകാശം വന്ന് പതിക്കുന്നത് ടോർച്ച് അടിക്കുന്നതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലായിരിക്കത്തില്ല, മറിച്ച് അതിന് കുറച്ച് താഴെയായിരിക്കും. അപ്പോൾ സ്പേസ് ഷിപ്പിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രകാശത്തിൻ്റെ പാത വളഞ്ഞു പോകും. ഈ വളവാണ് ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളവ് നമ്മുടെ ഇപ്പം ഫെർമാട്ട് പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വിൽ ടേക്ക് എ സ്ട്രൈറ്റ് ലൈൻ. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പാത്ത് സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ലൈറ്റിൻ്റെ പാത്ത് വളയാൻ കാരണം അത് സഞ്ചരിക്കുന്ന സ്പേസ് വളഞ്ഞു പോയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസിൻ്റെ അല്ലെങ്കിൽ സ്പേസ് ടൈം, ജനറലായിട്ട് സ്പേസ് ടൈമിൻ്റെ വളവ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിൻ്റെ വളവാണ്. ഇത് 1915 നമുക്ക് ഐൻസ്റ്റീനിൽ നിന്ന് കിട്ടിയ തിയറിയാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നോ അല്ലെങ്കിൽ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഈസ് ദ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഗ്രാവിറ്റിയെ കുറിക്കുന്ന സമവാക്യമാണ്. ഇടത് സൈഡിൽ സ്പേസ് ടൈമിൻ്റെ ജോമെട്രി. ആ ഇക്വേഷൻ നിങ്ങൾ കണ്ട് അങ്ങനെ എംബറാസ്ഡ് ആകണ്ട, ഇത്രയും മാത്രം ഓർക്കുക. ഇടത് സൈഡിൽ സ്പേസ് ടൈമിൻ്റെ ജോമെട്രിയാണ് അല്ലെങ്കിൽ അതിൻ്റെ കർവേച്ചർ. വലത് സൈഡിൽ ജി എന്ന് പറയുന്ന ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്. പിന്നെ കാണിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എനർജിയെയും മാറ്ററിനെയും കാണിക്കുന്നതാണ്. അപ്പോൾ സ്പേസ് ടൈമിൻ്റെ ജോമെട്രിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് കാരണം വലതുവശത്തുള്ള എനർജി മൊമെന്റം ടെൻസർ അല്ലെങ്കിൽ മാറ്ററാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൻ്റെ വക്രത പ്രപഞ്ചത്തിലെ പദാർത്ഥത്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്, പർട്ടിക്കുലർലി ആ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത കൊണ്ടാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിദ്ധാന്ത പ്രകാരം ഗ്രാവിറ്റി സ്പേസ് ടൈമിൻ്റെ വക്രതയാണ് എന്നുള്ള സിദ്ധാന്ത പ്രകാരം ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല പ്രവചിക്കുവാനും സാധിച്ചു. ഇപ്പോൾ ഈ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ പാത വളയും. ലൈറ്റ് വിൽ ബെൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ സ്പേസ് വളഞ്ഞതുകൊണ്ട് അതിലേക്ക് കൂടി കടന്നു പോകുന്ന ലൈറ്റിൻ്റെ പാത വളയും. അതിനകത്ത് വലിയ അത്ഭുതമില്ല. പിന്നെ ഒരു മേജർ പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 2016 തോന്നുന്നു ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ഹോൾസിൻ്റെ പ്രസൻസ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ ഡിറ്റക്ഷനോടുകൂടി ഏതാണ്ട് ബ്ലാക്ക് ഹോൾസിൻ്റെ പ്രസൻസ് നമ്മൾ തർക്കമില്ലാത്ത ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു.
പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ വികാസം പ്രവചിക്കുന്നതിൽ ഐൻസ്റ്റീൻസ് തിയറി വിജയിച്ചു എന്നുള്ളതാണ്. ഹബിള് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുമ്പോൾ, നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റിക്കാണ് കഴിയുന്നത്. ന്യൂട്ടോണിയൻ തിയറി ഓഫ് ഗ്രാവിറ്റി വെച്ച് നമുക്ക് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് അനേകം പ്രഡിക്ഷൻസ് ഒബ്സർവേഷനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വിജയം വരിച്ച അനേകം പ്രഡിക്ഷൻസ് ആണ് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി പുറത്തുവിട്ടത്. അതിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഒരു കൺസിഡറേഷനിൽ വേണ്ടി, നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഏതാണ്ട് 1929 നമ്മുടെ പ്രപഞ്ചം വികസിക്കുകയാണ് എന്നുള്ള എഡ്വിൻ ഹബിളിന്റെ ഐതിഹാസികമായ കണ്ടെത്തൽ. അപ്പോൾ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്ത് വേഗതയിലാണ് അകലെ നിൽക്കുന്ന ഒരു ഗാലക്സി അകന്നു പോകുന്നത്, ആ സ്പീഡ് എന്ന് പറയുന്നത് ആ ഗാലക്സിയിലേക്കുള്ള നമ്മളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ വെലോസിറ്റി ഓഫ് recession of a galaxy is proportional to the distance to that galaxy. ഈ പറയുന്നതാണ് ഹബിളിന്റെ ഡിസ്കവറി, യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡ്. താഴത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് 1998 വന്ന രണ്ടാമത്തെ മേജർ ഡിസ്കവറി ഇൻ കോസ്മോളജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രപഞ്ചം വികസിക്കുകയാണെങ്കിൽ ഗാലക്സികൾ പരസ്പരം അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഗാലക്സികൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഗ്രാവിറ്റി എന്ന് പറയുന്ന കർവേച്ചറാണ്, പക്ഷെ മിനിമൽ സെൻസിൽ ഗ്രാവിറ്റിയെ നമുക്ക് അട്രാക്ഷനായിട്ട് എടുക്കാമെങ്കിൽ ഈ ഗാലക്സികൾ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ആകർഷണം ഉള്ളതുകൊണ്ട് പരസ്പരം അകന്നകന്നു പോകുന്ന വെലോസിറ്റി കുറയും. അത് അത്ഭുതമുള്ള കാര്യമല്ല. രണ്ട് വസ്തുക്കൾ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു. കാരണം ഓൾ മാറ്റേഴ്സ് ആർ അട്രാക്റ്റീവ് ഇൻ നേച്ചർ, അല്ലെങ്കിൽ കർവേച്ചർ ഈസ് പോസിറ്റീവ്. Therefore, the expansion of the universe must decelerate. അപ്പോൾ എന്ത് തോതിലാണ് ഈ എക്സ്പാൻഷൻ്റെ സ്പീഡ് കുറയുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 1998 അവരുടെ ഡിസ്കവറി അവർ പുറത്തു വിടുന്നത്. പക്ഷേ നിങ്ങൾ ഈ റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന ആ ഒരു പ്ലോട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകത്തില്ല. പക്ഷെ അതിൻ്റെ മീനിങ് ഇതാണ്: ദ ഡിസ്കവറി ഷോസ് ദാറ്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു 9 ബില്യൺ പ്രായമായതിനു ശേഷം, ഇപ്പോൾ കോസ്മോളജി തിയറികൾ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന് ഏതാണ്ട് 14 ബില്യൺ ഇയേഴ്സോളം പ്രായമുണ്ടെന്നാണ്. 14 ബില്യൺ ഇയേഴ്സ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഏതാണ്ട് 9 ബില്യൺ പ്രായമായപ്പോൾ പ്രപഞ്ചത്തിന്റെ വികാസം കുറയുന്നതിന് പകരം കൂടാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. മാറ്റർ അട്രാക്റ്റീവാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരേണ്ടതാണ്. പക്ഷേ ഏതാണ്ട് 9 ബില്യൺ പ്രായമായതിനു ശേഷം ഈ സ്പീഡ് കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റിക്ക് എതിരായിട്ടുള്ള എന്തോ ഒരു ബലം യൂണിവേഴ്സിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് ഒരു അഡീഷണൽ കമ്പോണന്റ്, മാറ്ററോ റേഡിയേഷനോ അല്ലാതെ ഒരു അഡീഷണൽ കമ്പോണന്റ് പ്രപഞ്ചത്തിൽ വേണമെന്നും അതിനെ അവർ ഡാർക്ക് എനർജി എന്ന് വിളിച്ചു. അപ്പോൾ മാറ്ററോ റേഡിയേഷനോ അല്ലാതെ മൂന്നാമതൊരു കമ്പോണന്റ് കൂടെ, ഡാർക്ക് എനർജി ഡോമിനേറ്റ് ചെയ്യുമ്പോൾ, എനർജിയുടെയും റേഡിയേഷൻ്റെയും മാറ്ററിൻ്റെയും പ്രഭാവത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ, ഡാർക്ക് എനർജി ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഡീസലറേഷൻ, അല്ലെങ്കിൽ വേഗത കുറയുക എന്നുള്ളത് നിന്നും മാറി വേഗത കൂടുക എന്നുള്ള അവസ്ഥയിലേക്ക് പ്രപഞ്ചം മാറുന്നത്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് 9 ബില്യൺ ഇയേഴ്സ് പ്രായമാകുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളും ഒബ്സർവേഷൻസും നമുക്ക് ഐൻസ്റ്റൈൻസ് തിയറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഹബിളിന്റെ ഡിസ്കവറി നമുക്ക് ഏതാണ്ട് 99% ഐൻസ്റ്റൈൻസ് തിയറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്.
പക്ഷേ രണ്ടാമത്തെ ഡിസ്കവറി 1998 ഡിസ്കവറി ആക്സിലറേറ്റിംഗ് യൂണിവേഴ്സ് പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ വലിയൊരു അളവ് വരെ ഐൻസ്റ്റീൻസ് തിയറി പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. അതിനൊരു അഡീഷണൽ കമ്പോണന്റ്, അതായത് നാച്ചുറൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ അല്ല ഐൻസ്റ്റൈൻസ് തിയറി തരുന്നത്. അതേപക്ഷെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഐൻസ്റ്റൈൻസ് തിയറി സ്വതവേ വരുന്ന ബൈ ബർത്ത് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതേപക്ഷെ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ നമുക്ക് പ്രവചിക്കണമെങ്കിൽ അത് നാച്ചുറലായിട്ട് നമുക്ക് ഐൻസ്റ്റൈൻസ് തിയറിന്ന് കിട്ടത്തില്ല. പകരം നമ്മളൊരു അഡീഷണൽ കമ്പോണന്റ് അതിലേക്ക് ചേർക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഗ്രാവിറ്റി തിയറി തന്നെ മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കണ്ടുപിടുത്തം ഒന്നാമതായിട്ട് വിരൽ ചൂണ്ടുന്നത് there is some problem with the Einstein's theory of gravity. We actually need a third component. Only with that we can explain the recent acceleration of the universe. Otherwise, you have to modify your gravity theory. Einstein's gravity theory ശരിക്കും ഗ്രാവിറ്റിയുടെ അവസാന വാക്കാണോ എന്ന് ചോദിക്കേണ്ട ഒരു അവസരമാണ് ഈ വന്നിരിക്കുന്നത്. കാരണം ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ നാച്ചുറലായിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ നാച്ചുറലായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ഐൻസ്റ്റീൻസ് തിയറിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഐൻസ്റ്റീൻസ് തിയറി ഗ്രാവിറ്റിയുടെ അവസാന വാക്കായിട്ട് നമുക്ക് കരുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന വാക്കായിട്ട് കരുതാൻ പറ്റത്തില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വേറെ എന്തെങ്കിലും പോരായ്മകൾ ഐൻസ്റ്റീൻസ് തിയറിക്കുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻസ് പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ ഒരളവ് വരെ ഐൻസ്റ്റീൻസ് തിയറി പരാജയപ്പെട്ടു. Unless you input an additional component, you will not get any natural explanation for the recent acceleration of the universe from Einstein's theory of gravity. ഇനിയൊരു പ്രോബ്ലം ഉള്ളത് ഞാൻ ഈ സ്ക്രീനിൽ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ആണ്, എക്സിസ്റ്റൻസ് ഓഫ് സിംഗുലാരിറ്റി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ഹോൾസ് അറിയാമല്ലോ. ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റ് വെലോസിറ്റിയേക്കാളും കൂടുതലാണ്. സാധാരണ ഭീമമായ നക്ഷത്രങ്ങൾ പരിണമിച്ചിട്ടാണ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകുന്നത്. ഈ ബ്ലാക്ക് ഹോൾസിൻ്റെ സെൻറ്ററിൽ വളരെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ആ റീജിയനിൽ നമുക്ക് ഐൻസ്റ്റൈൻസ് തിയറി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദ തിയറി വിൽ ബിക്കം സിംഗുലർ. തിയറി അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ബ്ലാക്ക് ഹോൾസിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ ഐൻസ്റ്റൈൻസ് തിയറി 100% പരാജയമാണ്. ഇതിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബ്ലാക്ക് ഹോൾസ് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റി ബിക്കം സിംഗുലർ. വി കാണ്ട് ഗോ എഹെഡ്. അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു സിംഗുലാരിറ്റി പ്രശ്നം നമ്മൾ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ പഠിക്കുമ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഏർലി സ്റ്റേജ് ഓഫ് ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദ വെരി മൊമെന്റ് ഓഫ് ബിഗിനിങ് ഓഫ് ദ യൂണിവേഴ്സ്. വി പോപ്പുലർലി കോൾഡ് ഇറ്റ് ആസ് ബിഗ് ബാങ്. അപ്പം നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായിട്ട് ഏതാണ്ട് 14 ബില്യൺ ഇയേഴ്സോളം കഴിഞ്ഞു. അപ്പം നമ്മൾ ടൈമിൽ പുറകിലോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ വലിപ്പം കുറഞ്ഞ് അറ്റ് എ ഫൈനൈറ്റ് ടൈം ഇൻ ദ പാസ്റ്റ് എവറിത്തിങ് വിൽ ബി കോൺസെൻട്രേറ്റഡ് അറ്റ് almost at a point where the density is infinitely high. At that very moment, Einstein's theory will break down. അപ്പോൾ ഈ സിംഗുലാരിറ്റി പ്രോബ്ലം ബ്ലാക്ക് ഹോൾസിൻ്റെ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒറിജിനിലും ഉണ്ട്, അതേപോലെ യൂണിവേഴ്സിൻ്റെ ഒറിജിനിലും ഉണ്ട്. ഈ രണ്ടിടത്തും ഐൻസ്റ്റൈൻസ് തിയറി പരാജയപ്പെടുക. അപ്പോൾ ഇത് ഐൻസ്റ്റൈൻസ് തിയറിയുടെ മറ്റൊരു പോരായ്മയാണ്. അതേസമയം അത് പ്രൊഡിക്റ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ദർ ആർ സം വെരി വെരി സ്ട്രോങ് പ്രോബ്ലംസ് വിത്ത് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആൾക്കാർ വിചാരിച്ചത് ഐൻസ്റ്റൈൻസ് തിയറി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ തിയറിയാണ്. റിലേറ്റിവിസ്റ്റിക് തിയറി ആണെങ്കിലും അതൊരു ക്ലാസിക്കൽ തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഐൻസ്റ്റൈൻസ് തിയറിയെ ക്വാണ്ടം മെക്കാനിസമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്വാണ്ടം ഗ്രാവിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടും. സിംഗുലാരിറ്റി പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ആക്സിലറേഷൻ ഒരു നാച്ചുറൽ എക്സ്പ്ലനേഷൻ എന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പ്രൊവൈഡഡ്
നമുക്ക് ഐൻസ്റ്റൈൻസ് തിയറിയെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് യോജിപ്പിക്കണം. പക്ഷേ 1915 പുറത്തു വന്ന ഐൻസ്റ്റൈൻസ് തിയറിക്ക് അതിനുശേഷം ഇത്രയും വർഷങ്ങൾ, ഏതാണ്ട് 100-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ പല ഭാഗത്തു നിന്നും പല വിദഗ്ധരും പല ഗ്രൂപ്പുകളും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഐൻസ്റ്റൈൻസ് തിയറി എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ തിയറിയാണ്. അതിൻ്റെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത്, എലിമെന്റ് എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ ജോമെട്രിയാണ്. മാറ്റർ സ്പേസ് ടൈമിനെ ബാധിക്കും. അപ്പൊ സ്പേസ് ടൈമിന്റെ ജോമെട്രിയെ വേണം നമുക്ക് ക്വാണ്ടൈസ് ചെയ്യാൻ. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൈലി നോൺ ലീനിയർ ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ 4 ഡയമെൻഷനിൽ നമ്മൾ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് 10 ഇക്വേഷൻസ് ഉണ്ട്. അതൊരു ടെൻസർ ഇക്വേഷൻ ആണ്. 10 ഇക്വേഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യണം. 10 ഇക്വേഷൻസ്, 10 ഹൈലി നോൺ ലീനിയർ. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടം തിയറി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാമത് നമുക്ക് വേണമെങ്കിൽ ഒരു പരാധീനതയായിട്ട് പറയാൻ പറ്റുന്നത് സീറോ ലെവൽ ഷിഫ്റ്റിംഗ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എർത്തിന്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി കണക്കാക്കുന്നത് എർത്തിന്റെ ഉപരിതലത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട്. എന്നാൽ ഉപരിതലത്തിൽ ശരിക്കും പൊട്ടൻഷ്യൽ എനർജി 0 അല്ല, അല്ലേ? കാരണം എർത്തിന്റെ സെന്ററിൽ നിന്നും ഉപരിതലത്തിലേക്ക് എത്താൻ റേഡിയസിന്റെ ദൂരമുണ്ട്, എർത്ത് റേഡിയസിന്റെ ദൂരമുണ്ട്. അപ്പോൾ ആ ദൂരത്തിൽ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നമ്മൾ എർത്തിന്റെ സർഫസിൽ പൊട്ടൻഷ്യൽ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്ന് ഇത്ര ഹൈറ്റുള്ള ഒരു ബോഡിക്ക് ഇത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും എന്ന് കണക്ക് കൂട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റീസ്കെയിലിംഗ് ഓഫ് സീറോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ നടത്തുന്നത് കൊണ്ട് നമ്മുടെ സിദ്ധാന്തത്തിനോ തിയറിക്കോ ന്യൂട്ടോണിയൻ തിയറിക്കൊന്നും അല്ലെങ്കിൽ ഡൈനാമിക്സിനൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. അതേ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഐൻസ്റ്റൈൻസ് തിയറി സമ്മതിക്കത്തില്ല. ഓക്കെ, അതായത് നിങ്ങൾ സീറോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ഫ്രീഡം ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റിയിലില്ല. യു കനോട്ട് ഷിഫ്റ്റ് ഓർ റീഫിക്സ് ഓർ റീസ്കെയിൽ യുവർ പൊട്ടൻഷ്യൽ. നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് സീറോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പൊട്ടൻഷ്യൽ ഇറ്റ്സ് സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ദ ജോമെട്രി ഓഫ് മാറ്റർ. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ പൊട്ടൻഷ്യലിന്റെ സീറോ ലെവൽ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരാധീനതകൾ ഉള്ളതുകൊണ്ട് പൊതുവെ പീപ്പിൾസ് തോട്ട് ദാറ്റ് maybe Einstein's theory of gravity is not the last word of gravity. നമുക്കറിയാം 1665 ന്യൂട്ടോണിയൻ തിയറി വന്നു. അത് മോശമില്ലാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. പ്ലാനറ്ററി മോഷൻസ്, എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്ന വസ്തുക്കൾ താഴേക്ക് വീഴുന്നു, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ ലൈറ്റ് ബെൻഡിങ്ങോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസോ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനോ എന്നുള്ള കാര്യങ്ങൾ ആ തിയറി പരാജയമായിരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഐൻസ്റ്റൈൻസ് തിയറി വരുന്നു. ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തെങ്കിലും മേൽപ്പറഞ്ഞ പരാധീനതകൾ കാരണം ഐൻസ്റ്റൈൻസ് തിയറിയും ഗ്രാവിറ്റിയുടെ ലാസ്റ്റ് വേർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാമല്ലോ, ബ്ലാക്ക് ഹോൾസ് ആർ ഒബ്ജക്ട്സ് ഫ്രം വിച്ച് നത്തിങ് ക്യാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് അതിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ലൈറ്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിനാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു വസ്തുക്കൾക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബ്ലാക്ക് ഹോൾസ് ആർ റിയലി ബ്ലാക്ക്, നത്തിങ് ക്യാൻ എസ്കേപ്പ് ഫ്രം ദം, ഈവൻ ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇതിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലോസ്റ്റ് ഫോർ എവർ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഏത് ഒബ്ജക്റ്റ് ആയാലും ഇറ്റ് മസ്റ്റ് ഹാവ് ഹീറ്റ് എനർജി, റൈറ്റ്? ഏത് വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഹീറ്റ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മളൊരു വസ്തു ബ്ലാക്ക് ഹോളിലേക്ക് എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട്
പ്രപഞ്ചത്തിൽ നിന്ന് ഡീലിങ്ക് ചെയ്യുകയാണ്, നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഹീറ്റ് എനർജി നഷ്ടപ്പെടുകയാണ്. ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻട്രോപ്പി നഷ്ടപ്പെടും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾസ് മറ്റുള്ള മെറ്റീരിയൽസിനെ അഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ആക്കി കഴിഞ്ഞാൽ വെളിയിലുള്ള പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി നഷ്ടപ്പെടും, എൻട്രോപ്പി കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാക്ക് ഹോളിനെ പ്രപഞ്ചത്തിനെ രണ്ട് സിസ്റ്റമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെതിരാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന എൻട്രോപ്പി വിൽ ഓൾവേസ് ഇൻക്രീസ് or at least remains the same. It will not decrease. ഒരിക്കലും എൻട്രോപ്പി കുറയാൻ പാടില്ല. അത് തെർമോഡൈനാമിക്സിന്റെ അടിസ്ഥാന തത്വമാണ്. അതേപക്ഷം ബ്ലാക്ക് ഹോൾസിലേക്ക് വസ്തുക്കൾ വീണ് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ എൻട്രോപ്പി കുറയും. അപ്പോൾ തെർമോഡൈനാമിക്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് ബെക്കൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ ഈ പ്രശ്നം ടാക്കിൾ ചെയ്യുകയും ബ്ലാക്ക് ഹോൾസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ബ്ലാക്ക് അല്ല, ദേ ക്യാൻ എമിറ്റ് certain characteristics radiations. ഇന്ന് നമ്മളതിനെ ഹോക്കിംഗ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ബ്ലാക്ക് ഹോളിലേക്ക് വീണ് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനുണ്ടാകുന്ന എൻട്രോപ്പി നഷ്ടം നികത്താൻ പാകത്തിലുള്ള റേഡിയേഷൻസ്, പാർട്ടിക്കിൾ റേഡിയേഷനോ എന്തായാലും റേഡിയേഷൻസ് ബ്ലാക്ക് ഹോൾസിൽ നിന്ന് എമിറ്റ് ചെയ്ത് പ്രപഞ്ചത്തിലേക്ക് വരും. സോ the violation of entropy law can be safeguarded. So the net entropy of the universe will not decrease. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും, ഒരു തെർമൽ ഒബ്ജക്റ്റ് പോലെ. ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തെർമൽ ഒബ്ജക്റ്റ് പോലെ ബ്ലാക്ക് ഹോൾസ് റേഡിയേറ്റ് ചെയ്യും. അതായത് ബ്ലാക്ക് ഹോൾസിന്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമൽ എമിഷൻ പോലെയാണ്. തെർമൽ സ്പെക്ട്രം, ബ്ലാക്ക് ബോഡി സ്പെക്ട്രം പോലെയാണ്. ബ്ലാക്ക് ബോഡി സ്പെക്ട്രം, ബ്ലാക്ക് ഹോൾസിന്റെ സ്പെക്ട്രം means black hole is a thermal object. It can emit radiations like any thermal object. നമ്മളും ഒരു തെർമൽ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നിത്യം കാണുന്ന എല്ലാ ഒബ്ജക്ട്സും തെർമൽ ഒബ്ജക്റ്റ് ആണ്. അവയുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് എമിഷൻസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബ്ലാക്ക് ഹോൾസ്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾസ് റേഡിയേഷൻസ്, തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണമെങ്കിൽ അതിന് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് വേണം. നമുക്കറിയാം ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് ഹൈലി ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്ട്സ്. അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട്. ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരു പ്രഡിക്ഷനാണ് ബ്ലാക്ക് ഹോൾസ്. അപ്പോൾ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റി വെച്ച് പ്രഡിക്റ്റ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിന് എങ്ങനെയാണ് ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി കൈവരുന്നത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് കൗതുകകരവുമാണ്, റൈറ്റ്? Eventually, Stephen Hawking has shown that black holes in the boundary, അല്ലെങ്കിൽ black holes ഐൻസ്റ്റീൻ ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക്സ് നിയമത്തിന്റെ രൂപം കൈവരിക്കും. ഞാൻ ഈ സെന്റൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബ്ലാക്ക് ഹോൾസ് ഒരു തെർമൽ ഒബ്ജക്ട്സ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത് ഹൈലി ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കൂടി സംഗമിച്ചിരിക്കുന്നത് കൊണ്ട്, ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും സംഗമിച്ചിരിക്കുന്നത് കൊണ്ട് there must be a connection between gravity and thermodynamics. ഇതിൻ്റെ ബേസിസിലാണ് ഹോക്കിംഗ് പ്രൂവ് ചെയ്തത് ബ്ലാക്ക് ഹോൾസിൻ്റെ ഹൊറൈസണിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസിൽ ഐൻസ്റ്റൈൻ ഇക്വേഷൻസ് ഒരു തെർമോഡൈനാമിക് നിയമത്തിൻ്റെ രൂപം കൈവരിക്കുന്നു. ഇത് വളരെ കൗതുകകരമായിട്ടാണ് സ്റ്റീവൻ ഹോക്കിങ്ങിന് തോന്നിയത്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. ഈ പെക്യൂലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഈ പെക്യൂലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ ഐൻസ്റ്റൈൻസ് ഗ്രാവിറ്റി ഇക്വേഷൻ തെർമോഡൈനാമിക് ഐഡന്റിറ്റി ആയിട്ട് പരിണമിക്കും. അതൊരു ജനറൽ സ്വഭാവമാണ്. അല്ലെങ്കിൽ തെർമോഡൈനാമിക്സും ഗ്രാവിറ്റിയും തമ്മിലുള്ള ഈ ഒരു അഭേദ്യമായ ബന്ധം ബ്ലാക്ക് ഹോൾസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് കരുതിയത്. This connection between gravity and thermodynamics is a unique property of black holes. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. ബ്ലാക്ക് ഹോൾസിൽ തെർമോഡൈനാമിക്സും ഗ്രാവിറ്റിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് ജനറൽ അല്ല.
പക്ഷേ ഏതാണ്ട് 2002 ഇന്ത്യൻ സയന്റിസ്റ്റായ പ്രൊഫസർ താണു പത്മനാഭൻ സ്റ്റീവൻ ഹോക്കിംഗ് വിചാരിച്ചതുപോലെ ഐൻസ്റ്റീൻസ് ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിലുള്ള കണക്ഷൻ ബ്ലാക്ക് ഹോൾസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്ന്, മറിച്ച് ഗ്രാവിറ്റി എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം തന്നെ ഗ്രാവിറ്റിക്ക് ഒരു തെർമോഡൈനാമിക് സ്വഭാവം ഉണ്ട്, അതൊരു പൊതു സ്വഭാവമാണ് എന്ന് പ്രൊഫസർ പത്മനാഭൻ പ്രൂവ് ചെയ്യുകയുണ്ടായി. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ബന്ധം ബ്ലാക്ക് ഹോൾസിന്റെ ഒരു പെക്യൂലിയർ പ്രോപ്പർട്ടി ആയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ടതെങ്കിൽ, അതിൽ നിന്നുപരിയായി അത് ബ്ലാക്ക് ഹോൾസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ലെന്നും, പൊതുവിൽ ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ബന്ധം വളരെ ജനറൽ ആണെന്നും, ഏതൊരു ഗ്രാവിറ്റേറ്റിംഗ് സറൗണ്ടിങ്ങിലും ഈ ഒരു ബന്ധം ഉണ്ട് എന്നും പത്മനാഭൻ പ്രൂവ് ചെയ്യണ്ടായി. അപ്പോൾ ജനറലി ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിൽ വലിയൊരു ലിങ്ക് ഉണ്ട്. അത് ബ്ലാക്ക് ഹോൾസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എവിടെയൊക്കെ ഗ്രാവിറ്റി ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ഗ്രാവിറ്റി ഇക്വേഷനെ ഒരു തെർമോഡൈനാമിക് ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. അല്ലെങ്കിൽ ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിൽ അഭേദ്യമായ ബന്ധം, അത് ബ്ലാക്ക് ഹോൾസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. A very intriguing connection between gravity and thermodynamics. It's very general. It's not a peculiar property of black holes alone. ഇതെന്താണ് കാണിക്കുന്നത്? ഇത് നേരെ നമുക്ക് തരുന്ന ഹിന്റ് എന്ന് പറയുന്നത് there is a strong connection between gravity and thermodynamics. എന്താണ് ഗ്രാവിറ്റി? ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ടൈമിനെ കുറിക്കുന്ന തിയറിയാണ്. ഐൻസ്റ്റൈൻ തിയറി ഓഫ് ഗ്രാവിറ്റി പറയുന്നത് മാറ്ററിന്റെ പ്രസൻസിൽ സ്പേസ് ടൈമിന്റെ ജോമെട്രി വ്യത്യാസപ്പെടും. അപ്പോൾ സ്പേസ് ടൈമിന്റെ ജോമെട്രിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു തിയറിയാണ് ഐൻസ്റ്റൈൻസ് തിയറി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റൈൻസ് തിയറി ഈസ് ദ ജോമെട്രി തിയറി ഓഫ് സ്പേസ് ടൈം. അപ്പോൾ ആ ഗ്രാവിറ്റിക്ക് ഒരു തെർമോഡൈനാമിക്സ് ഉള്ള കണക്ഷൻ ഉണ്ടെങ്കിലും, റൈറ്റ്, സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് ഒബ്ജക്റ്റ് പോലെ ബിഹേവ് ചെയ്യും. Right? So the strong connection between gravity and thermodynamics directly implies that space-time is a thermodynamic object. Right? അപ്പോൾ ജോമെട്രി എന്ന് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോമെട്രിക് തിയറി, ഐൻസ്റ്റൈൻസ് തിയറി പറയുന്ന ഒരു ജോമെട്രിക് തിയറി ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈ പുതിയ കാഴ്ചപ്പാടിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആയിട്ടും എടുക്കാം. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഐൻസ്റ്റൈൻ തിയറി ഓഫ് ഗ്രാവിറ്റി അനുസരിച്ച് വാട്ട് ഈസ് ഗ്രാവിറ്റി? ഗ്രാവിറ്റി ഈസ് ദ ജോമെട്രിക് തിയറി ഓഫ് സ്പേസ് ടൈം. Now we believe that because of the connection between gravity and thermodynamics, gravity can also be considered as the thermodynamics of space time. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. I repeat that sentence once again. Gravity is the thermodynamics of space-time. അപ്പോൾ ഒരു വസ്തു തെർമോഡൈനാമിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താപം വഹിക്കാൻ പറ്റും, അതിന് ചൂടുണ്ട്, അതിന് തെർമോഡൈനാമിക് പ്രഷർ ഉണ്ട്, ഇങ്ങനെയുള്ള തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ മാറ്ററിനെ പോലെ സ്പേസ് ടൈമും തെർമോഡൈനാമിക് ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾസ് റേഡിയേറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ഹോൾസ് അല്ല ഏതൊരു ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്റ്റും റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ സാധാരണ മാറ്ററിനെ പോലെ സ്പേസ് ടൈമും താപം വഹിക്കാനുള്ള കഴിവുണ്ട്. കാരണം അത് തെർമോഡൈനാമിക് ആണ്, അതൊരു തെർമോഡൈനാമിക് എൻറ്റിറ്റിയാണ്. സാധാരണ മാറ്ററിനെ പോലെ തന്നെ താപം വഹിക്കാനുള്ള കഴിവ് സ്പേസ് ടൈമിനുണ്ട്. സോ വി ക്യാൻ ബിലീവ് ദാറ്റ് സ്പേസ് ടൈം ഈസ് ഹോട്ട്. ഇത് വളരെ നൂതനമായൊരു കാഴ്ചപ്പാടാണ്. ഇത് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തെർമോഡൈനാമിക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഗ്യാസ് എടുക്കുക എന്ന് വിചാരിക്കുക. ആ ഗ്യാസിലെ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും
റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. So they are changing their momentum, their kinetic energy, right? And if you insert a thermometer, you can measure the temperature. Suppose the temperature of the gas is some say 30 degrees Celsius. Now I am asking the question, ഈ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ആ ഗ്യാസിലുള്ള മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കുറച്ച് വ്യത്യസ്തമാണ്. അതായത് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവ സഞ്ചരിക്കുന്നു, റാൻഡമായിട്ട് സഞ്ചരിക്കുന്നു, കൊളൈഡ് ചെയ്യുന്നു, അവയ്ക്ക് മൊമെന്റം ഉണ്ട്, മൊമെന്റം വ്യതിയാനമുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി വ്യതിയാനമുണ്ട്. ശരിക്കും ഈ കൈനറ്റിക് എനർജിയാണ് ഒരു തരത്തിൽ നാം ടെമ്പറേച്ചറായിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല, മറിച്ച് മോളിക്യൂൾസ് എല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു ഗ്യാസ് ആയിട്ട് വരുമ്പോൾ ആവിർഭവിച്ച് വരുന്ന ഒരു പുതിയ പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. അല്ലാതെ മോളിക്യൂൾസിന് മൊമെന്റവും കൈനറ്റിക് എനർജിയും അങ്ങനെയൊക്കെ ഉള്ളൂ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെ ഒരു പൊതു പ്രോപ്പർട്ടിയാണ്, അത് ആവിർഭവിച്ച് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് മോളിക്യൂൾസ് വാൾസിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന മൊമെന്റം ചേഞ്ച് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി മോളിക്കുലാർ ലെവൽസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്ന മൊമെന്റം ചേഞ്ച് ആണ്. പക്ഷേ അനേകം മോളിക്യൂൾസ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് പ്രഷർ പെർ യൂണിറ്റ് ഏരിയ, ആവറേജ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നിങ്ങൾ പ്രഷർ എന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തെർമോഡൈനാമിക്സിലെ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ ബേസിക്കലി അറ്റോമിക് ലെവലിലോ മോളിക്കുലർ ലെവലിലോ എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് അല്ല, മറിച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് കൂടിച്ചേർന്ന് വരുമ്പോൾ ആവിർഭവിച്ച് വരുന്ന പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തെർമോഡൈനാമിക്സ് പൊതുവെ ആവിർഭവിച്ച് വരുന്ന ഒരു സബ്സ്റ്റേഷനാണ്, അല്ലെങ്കിൽ അതിനൊരു എമർജന്റ് നേച്ചർ ഉണ്ട്, റൈറ്റ്? മോളിക്യൂൾസിന് ടെമ്പറേച്ചറോ ഹീറ്റോ പ്രഷറോ ഒന്നുമില്ല. മോളിക്യൂൾസിനുള്ളത് മൊമെന്റവും എനർജിയുമാണ്. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് വരുമ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ആവറേജിനെ ടെമ്പറേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ മൊമെന്റം ചേഞ്ചിന്റെ ആവറേജിനെ പ്രഷർ എന്ന് പറയാം. എന്ന് പറയുന്ന പോലെ ആവിർഭവിച്ച് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ സ്പേസ് ടൈം ഒരു തെർമോഡൈനാമിക് എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് ഒരു എമർജന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഗ്രാവിറ്റിയും ഒരു എമർജന്റ് പ്രോപ്പർട്ടി ആകണം. Okay. Once you believe that gravity is the thermodynamics of space-time, since thermodynamics is an emergent property, gravity should also be an emergent property. Emergent property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് ഫണ്ടമെന്റൽ ലെവലിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. ബൾക്ക് ലെവലിൽ എല്ലാ ആറ്റംസും കൂടെ കൂടിച്ചേർന്ന് വരുമ്പോൾ ബൾക്ക് ലെവലിൽ എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിന്റെ ലെവലിൽ ഇല്ലാത്തത്, പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് വരുമ്പോൾ എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രാവിറ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു പോയിന്റിലാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു എമർജന്റ് ഫിനോമിനൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് എൻ്റെ ടോക്കിന്റെ ഒന്നാം ഘട്ടം. ഗ്രാവിറ്റി ഈസ് എമർജന്റ്. ഇത് ഞാൻ ഏതാണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ ഐഡിയ കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചുരുക്കം ഇത്രയാണ്. ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. നമ്മളിത് ആദ്യം മനസ്സിലാക്കുന്ന ബ്ലാക്ക് ഹോൾസിൽ നിന്നാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവർ ബ്ലാക്ക് ഹോൾസിന്റെ ഒരു പെക്യൂലിയർ പ്രോപ്പർട്ടിയാണ് ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും ഉള്ള ഒരു കണക്ഷൻ എന്ന് അഭിപ്രായപ്പെട്ടുവെങ്കിലും പിൽക്കാലത്ത് പത്മനാഭനെ പോലുള്ളവർ ഇത് ബ്ലാക്ക് ഹോൾസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും ഉള്ള ഒരു കണക്ഷൻ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ ജോമെട്രിക് തിയറി ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് തെർമോഡൈനാമിക് നേച്ചർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ദ തെർമോഡൈനാമിക്സ് ഓഫ് സ്പേസ് ടൈം ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ഗ്രാവിറ്റി. തെർമോഡൈനാമിക്സ് ഒരു എമർജന്റ് ഫിനോമിനൻ ആയതുകൊണ്ട് ഗ്രാവിറ്റിയും ഒരു എമർജന്റ് ഫിനോമിനൻ അല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതാണെന്ന് ഒരു പരിധിവരെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ ഒരു എമർജന്റ് നേച്ചർ ആകാം ഇത്രയും കാലം ഗ്രാവിറ്റി ഇക്വേഷനെ
ക്വാണ്ടൈസ് ചെയ്യാൻ നോക്കിയപ്പോൾ പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഈസ് ആൻ എമർജന്റ് ഫിനോമിനൻ. ഒരു എമർജന്റ് പ്രോപ്പർട്ടിയെ നമുക്ക് ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. വി ഡോണ്ട് ഹാവ് എ ക്വാണ്ടം തെർമോഡൈനാമിക്സ്. കാരണം തെർമോഡൈനാമിക്സ് ഈസ് ഓൾറെഡി കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. പിന്നെ പ്രത്യേകിച്ചൊരു ക്വാണ്ടൈസേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ക്വാണ്ടം തിയറി ഉണ്ടാക്കാൻ പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാവിറ്റിയെ ശരിക്കും മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ആ ഒരു എവല്യൂഷൻ നോക്കുക. 1665 ഗ്രാവിറ്റി ഈസ് എ ഫോഴ്സ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ. In 1915, gravity is the curvature of space-time according to Einstein. And today there are a great consensus between scientists that gravity is actually the thermodynamics of space-time. Therefore, it is an emergent phenomenon. Right? Truly speaking, there is no need of quantizing an emergent phenomenon. We will not get what we want if you quantize an emergent phenomenon. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു എമർജന്റ് ഫിനോമിനനാണ്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഒരു വസ്തുവിനുണ്ടെങ്കിൽ അത് തരുന്ന മറ്റൊരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ആ വസ്തുവിന് താപം വഹിക്കാൻ കഴിയണമെങ്കിൽ അതിന് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് വേണം. ഈ ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണെങ്കിലും ഇത് ആദ്യമായിട്ട് മുന്നോട്ട് 1860s എങ്ങാണ്ടാണ് ബോൾസ്മാൻ. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹീറ്റ്. ദർ ഈസ് എ പ്രിവൈലിംഗ് ഐഡിയ ദാറ്റ് ഹീറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫ്ലൂയിഡ്. അത് ചൂടുള്ള വസ്തുക്കളിൽ നിന്ന് ചൂട് കുറഞ്ഞ വസ്തുക്കളിലേക്ക് ഒഴുകുന്ന ഒരു ദ്രാവകമായിട്ടാണ് ഹീറ്റിനെ കണ്ടത്. ഈ ഐഡിയ തിരുത്തിക്കുറിച്ചത് ബോൾസ്മാൻ ആണ്. ഹീറ്റ് എന്ന് പറയുന്ന ഒരു ദ്രാവകമല്ല, അതൊരു കൈനറ്റിക് എനർജിയാണ്. അത് സാധാരണ കൈനറ്റിക് എനർജി അല്ല. ഇറ്റ് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ മോളിക്യൂൾസ്. മോളിക്യൂൾസ് റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആ റാൻഡം മോഷനായിട്ട് മൂവ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയാണ് ഹീറ്റ്. സോ കൈനറ്റിക് ഹീറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ റാൻഡം മോഷൻ ഓഫ് ദ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂൾസ് ഉണ്ടെങ്കിലേ ഹീറ്റ് ക്യാരി ചെയ്യാൻ പറ്റൂ. അപ്പോൾ 1860കളിൽ വസ്തുക്കൾക്ക് അറ്റോമിക് സ്ട്രക്ചർ വേണം അല്ലെങ്കിൽ മൈക്രോ സ്ട്രക്ചർ വേണമെന്ന് ബോൾസ്മാൻ പറഞ്ഞപ്പോൾ അന്നത്തെ സയന്റിഫിക് വേൾഡിന് ആറ്റംസിനെ കുറിച്ചോ മോളിക്യൂൾസിനെ കുറിച്ചോ ഒരു ധാരണയില്ല. അതൊക്കെ വളരെ പിൽക്കാലത്ത് വന്ന ഐഡിയാസാണ്. ഓക്കെ, പിന്നീട് ബോൾസ്മാൻ്റെ ഐഡിയ ശരിവെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ താപം ഒരു വസ്തുവിന് ഉണ്ടാകണമെങ്കിൽ അതിന് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കൂടിയേ തീരൂ. കാരണം താപം എന്ന് പറയുന്നത് റാൻഡം കൈനറ്റിക് എനർജിയാണ് അസോസിയേറ്റഡ് വിത്ത് ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ സ്പേസ് ടൈമിന് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന് ഹീറ്റ് വഹിക്കാൻ കഴിയുമെങ്കിൽ സ്പേസ് ടൈമിന് ഒരു അറ്റോമിക് സ്ട്രക്ചർ കൂടിയേ തീരും. അതിലൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ വേണം. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാം സ്പേസ് ടൈം എന്ന് പറയുന്നത് മാറ്ററിനെ പോലെ തന്നെ താപം വഹിക്കാൻ കഴിയുന്നതുമാണ്. മാറ്ററിനെ പോലെ തന്നെ ഒരു അറ്റോമിക് സ്ട്രക്ചർ അതിനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐഡിയയുടെ എവല്യൂഷൻ നോക്കുക. ഫ്രം ദ പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലാക്ക് ഹോൾസ് we have to believe that there is a strong connection between gravity and thermodynamics. And later we found that this connection is very general, and which implies that gravity is nothing but the thermodynamics of space-time, which in turn implies that the space-time can carry heat. But heat carry ചെയ്യണമെങ്കിൽ space-time-ന് മാറ്ററിനെ പോലെ അറ്റോമിക് സ്ട്രക്ചർ വേണം. അപ്പോൾ ഉള്ള ചോദ്യം, ഈ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്പേസിൻ്റെ അല്ലെങ്കിൽ സ്പേസ് ടൈമിൻ്റെ ആറ്റംസിൻ്റെ നേച്ചർ എന്തായിരിക്കും, അതിൻ്റെ വലിപ്പം എന്തായിരിക്കും? മിനിമം അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും? സ്പേസിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എത്രയാണെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ മാറ്ററിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എടുക്കാൻ ഇന്ന് അതൊരു കോമൺ തിങ് ആണ്. ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളെ അല്ലെങ്കിൽ പ്ലസ് ടു കുട്ടികളെ പഠിക്കും, ഒരു അവഗാഡ്രോ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കാണും. ഒരു അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ ഏകദേശം 10⁻23. അപ്പോൾ ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം വരും? 2 grams ഹൈഡ്രജൻ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾസ് കാണും. അതേപോലെ നിങ്ങൾക്ക് സ്പേസിൻ്റെ ആറ്റംസിന് ഇത്ര വോളിയത്തിൽ അല്ലെങ്കിൽ ഇത്ര ഏരിയയിൽ ഇത്ര സ്പേസ് ആറ്റംസ് കാണും, അല്ലെങ്കിൽ സ്പേസ് ടൈം ആറ്റംസ് കാണും, അതിൻ്റെ വലിപ്പം ഇത്ര ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബോൾസ്മാൻ അന്ന് പ്രൊഡിക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ആറ്റത്തിനെ കുറിച്ചോ മോളിക്യൂളിനെ കുറിച്ചോ ഒരു ധാരണയില്ല. അപ്പോൾ നമുക്ക് ഒരു ആങ്സ്ട്രോം ലെവലിൽ എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ ഒബ്സർവേഷനോ നടത്താതെ തന്നെ ഇത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് തിയററ്റിക്കലായിട്ട് പറയാൻ പറ്റും. ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് തന്നത് ബോൾസ്മാൻ ആണ്. ബോൾസ്മാൻ പറഞ്ഞത് നിങ്ങൾ ആകെയുള്ള വസ്തുവിൻ്റെ എനർജിയെ അതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വസ്തുവിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കിട്ടും. ശരിക്കുള്ള എക്സ്പ്രഷൻ എനർജി ഡിവൈഡഡ് ബൈ KBT. KB എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് അങ്ങ് പോട്ടെ. മൊത്തം എനർജിയെ നിങ്ങൾ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ സബ്സ്റ്റൻസ്. ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് തന്നത് ബോൾസ്മാൻ ആണ്. അപ്പോൾ നമ്മൾ എത്ര ആറ്റംസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് നടത്താതെ തന്നെ നമുക്കത് പറയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പിൽക്കാലത്ത് പല തിയറികളും പല സയൻറ്റിസ്റ്റും പല അപ്രോച്ചിലൂടെ ദേ ഹാവ് ഷോൺ ദാറ്റ് ക്ലോസ് ടു ദ പ്ലാങ്ക് സ്കെയിൽ, അതായത് പ്ലാങ്ക് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാങ്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10⁻³ മീറ്റർ എങ്ങാണ്ടാണ്. അപ്പോൾ വലിപ്പം കുറയും തോറും എന്താ പറയുക, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസിക്കൽ ലോസ് ഒബേ ചെയ്യത്തില്ല. നമ്മുടെ സാധാരണ വസ്തുക്കൾ ന്യൂട്ടൺസ് ലോ ഒക്കെ ഒബേ ചെയ്യുമെങ്കിലും ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ഇവയൊന്നും ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യത്തില്ല. പകരം അവ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഒബേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏറ്റവും മിനിമൽ ലെങ്ത് സ്കെയിൽ എന്ന് പറയുന്നത് പ്ലാങ്ക് ലെങ്ത് ആണ്. പ്ലാങ്ക് ലെങ്ത് അത് തൽക്കാലം നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ എടുക്കുക. ദ മിനിമൽ ലെങ്ത് വിച്ച് വി ക്യാൻ പ്രൂവ് ഈസ് പ്ലാങ്ക് ലെങ്ത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻³ മീറ്ററോളം വരും. വളരെ ചെറിയ ലെങ്ത് ആണ്. ബോത്ത് ഫ്രം ഫീൽഡ് തിയറി ആൻഡ് ഓൾസോ ഫ്രം string theory, scientists have shown that close to the Planck length, space-time is only 2-dimensional. ഒരു സർഫസ് പോലെയാണ്. ഇത് വളരെ ഒരു ഇൻട്രിഗ്യൂയിങ് റിസൾട്ടാണ്. നമുക്കത് നടാടെ വിശ്വസിക്കാനും പ്രയാസമാകും. അപ്പോൾ പ്ലാങ്ക് സ്കെയിൽ ഏറ്റവും, അതായത് ക്വാണ്ടം പ്രിഡോമിനൻസ് വരുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ സാധാരണ സ്പേസ് ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2-dimensional. അപ്പോൾ ഒരു മെംബ്രെയിൻ പോലെ എടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു സ്പേസ് ടൈം മെംബ്രെയിൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് ടൈം മെംബ്രെയിനിൻ്റെ വിസ്തീർണത്തെ LP², പ്ലാങ്ക് ലെങ്തിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസ് ടൈമിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷനാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അറ്റോമിക് സ്കെയിലിൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ സ്കെയിലിൽ സ്പേസ് ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണെന്നും അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്പേസ് ടൈം ഡിവൈഡഡ് ബൈ പ്ലാങ്ക് ലെങ്ത് സ്ക്വയർ. പ്ലാങ്ക് ലെങ്ത് നമുക്ക് പ്രോബ് ചെയ്യാവുന്ന മിനിമം ലെങ്ത്. അപ്പോൾ പ്ലാങ്ക് ഏരിയ LP² എന്ന് പറയുന്നത് നമുക്ക് പ്രോബ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഏരിയ. അപ്പോൾ അത് LP² ഒരു സ്പേസ് ടൈം ആറ്റമായിട്ട് എടുക്കുക. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഏരിയയെ മൊത്തം ഏരിയ ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ സ്പേസ് ടൈം. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ബോൾസ്മാൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. എന്താണ് ബോൾസ്മാൻ പ്രിൻസിപ്പിൾ പറയുന്നത്? എനർജിയെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. അതേപോലെ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ കുറച്ച് വ്യത്യാസം. വേർ യു ആർ കൺസിഡറിങ് ദാറ്റ് അറ്റ് ദ ക്ലോസ് ടു ദ പ്ലാങ്ക് ലെങ്ത്
space-time has 2 dimensions. And hence the number of space-time atom is total area of the space-time divided by LP square. ബോൾട്സ്മാൻ പറഞ്ഞ പോലത്തെ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാമോ? നമ്പർ ഓഫ് സ്പേസ് ടൈം ആറ്റംസ് എത്രയാണെന്ന് നിശ്ചയിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഈ ഫിഗർ ഒന്ന് ടൈറ്റായിട്ട് വാച്ച് ചെയ്യുക. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു സാധാരണ സ്പേസ് ടൈമിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള എവല്യൂഷൻ ഒന്നുമില്ലാത്ത നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു എവല്യൂഷൻ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാത്ത, കൺട്രാക്ട് ചെയ്യാത്ത, നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ടൈം ആണെന്ന് വിചാരിക്കുക. ആ സ്പേസ് ടൈമിൻ്റെ ഒരു ക്ലോസ്ഡ് ബൗണ്ടറിയാണ് ഈ ചുവന്ന ഇറഗുലർ ഷേപ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റീജിയൺ ഓഫ് സ്പേസ് ടൈം കൺസിഡർ ചെയ്യുകയാണ്. അതിനൊരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഈ ബൗണ്ടറി ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ആയിരിക്കും, ഒരു സർഫസ് പോലെ ആയിരിക്കും. അപ്പോൾ ആ ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ആ ബൗണ്ടറിയുടെ ഏരിയ LP സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എൻ്റെ ആർഗ്യുമെന്റ്. ഞാനൊരു സ്റ്റാറ്റിക് സ്പേസ് റീജിയൻ കൺസിഡർ ചെയ്യുന്നു. ആ സ്റ്റാറ്റിക് സ്പേസ് റീജിയനിൽ ഞാനൊരു സർഫസ്, ആ സർഫസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇക്വി പൊട്ടൻഷ്യൽ. ആ സർഫസിൽ എവിടെയും ഗ്രാവിറ്റിയുടെ പൊട്ടൻഷ്യൽ തുല്യമാണ്. നമ്മളിപ്പോൾ മിനിമൽ സെൻസിൽ ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. ഈ സർഫസിന്റെ ഓരോ പോയിന്റിലും ഗ്രാവിറ്റിയുടെ പൊട്ടൻഷ്യലിന്റെ ഇന്റൻസിറ്റി സെയിം ആണ്, ഈക്വി പൊട്ടൻഷ്യൽ, ഒരേ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സർഫസിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ LP സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൽ റിസൈഡ് ചെയ്യുന്ന സ്പേസ് ആറ്റംസിന്റെ എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഈ സർഫസിനകത്തേക്ക് വരിക. ഈ സർഫസിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്പേസും ഉണ്ട്, അവിടെ നമ്മുടെ മാറ്റർ, റേഡിയേഷൻ പോലെയുള്ള സാധാരണ ഘടകങ്ങളും ഉണ്ട്. ഈ അകത്തുള്ള സ്പേസിനെ നിങ്ങൾ മാറ്റിയിട്ട് സ്പേസിനെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബൗണ്ടറിക്ക് അകത്ത് എന്തോരം മാറ്റർ, ഗ്രാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോരം മാറ്റർ അവിടെ ഉണ്ട്, ആ മാറ്ററിന്റെ എനർജി അത്. അതിനെയാണ് ഞാൻ ഈ ബൾക്ക് എന്ന് വിളിച്ചിരിക്കുന്നത്. സ്ക്രീനിൽ ഈ ബൾക്ക് എന്നും പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ബൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർഫസിനകത്ത് ഉള്ള ഗ്രാവിറ്റേറ്റ് ചെയ്യാവുന്ന സാധാരണ മാറ്ററിന്റെ എനർജി. ആ സാധാരണ മാറ്ററിന്റെ എനർജിയെ ഞാൻ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ സ്പേസിന്റെ ടെമ്പറേച്ചറാണ്. കാരണം തെർമോഡൈനാമിക് ഒബ്ജക്റ്റ് ആണല്ലോ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൾക്ക് എനർജിയെ, അകത്തുള്ള സാധാരണ പദാർത്ഥത്തിന്റെ എനർജിയെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ആറ്റംസ്, ഗ്രാവിറ്റേറ്റിംഗ് ആറ്റംസ്, അകത്തുള്ള ഈ ബൗണ്ടറി സർഫസിന് അകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് ആറ്റംസ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഗ്രാവിറ്റേറ്റിംഗ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് അവിടെയുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിന്റെ എനർജിയെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബോൾട്സ്മാൻ പ്രിൻസിപ്പിൾ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സർഫസിലുള്ള സ്പേസിന്റെ ആറ്റംസ് അത് കണ്ടുപിടിക്കാൻ സ്പേസിന്റെ ഏരിയയെ പ്ലാങ്ക് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സർഫസിലുള്ള സ്പേസിന്റെ ആറ്റംസും കിട്ടി, സർഫസിനകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിന്റെ, ശരിക്കുള്ള മാറ്ററിന്റെ നമ്പർ ഓഫ് ആറ്റംസും കിട്ടി. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കാം. സർഫസിലുള്ള സ്പേസിന്റെ ആറ്റംസ്, സ്പേസ് ആറ്റംസ് ഓൺ ദ സർഫസ്, സർഫസിനകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിന്റെ ആറ്റംസ്. ഇപ്പൊ ഗ്രാവിറ്റേറ്റീവ് സാധാരണ മാറ്റർ അല്ലെങ്കിൽ റേഡിയേഷൻ, ഇതൊക്കെ ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററാണ്. അവയുടെ എനർജി ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. സാധാരണ ബോൾട്സ്മാൻ പ്രിൻസിപ്പിൾ അത് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നു. ബൗണ്ടറിയിലുള്ള സ്പേസിന്റെ ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മുൻ സ്ക്രീനിൽ പറഞ്ഞ ആ റൂൾ ഉപയോഗിക്കുന്നു. ഏരിയയെ LP സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്പേസിൽ സ്റ്റാറ്റിക് ആണെങ്കിൽ ഈ 2 ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ്. ഒരു സ്പേസ് എടുക്കുക, അത് സ്റ്റാറ്റിക് ആയിരിക്കണം, അതിന് എവല്യൂഷൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സ്പേസിൽ നിങ്ങളൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിലുള്ള സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും
ആ സർഫസിനകത്തുള്ള മാറ്ററിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സ്റ്റാറ്റിക് സ്പേസിൽ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഒരു വോളിയം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും സർഫസിനകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിന്റെ എണ്ണവും തുല്യമായിരിക്കും. ഇവിടെ എൻ സർഫ് എന്ന് കാണിച്ചിരിക്കുന്നത് ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണം, എൻ ബൾക്ക് എന്ന് കാണിച്ചിരിക്കുന്നത് ബൗണ്ടറിക്ക് അകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്റർ ആറ്റങ്ങളുടെ എണ്ണം. ഈ രണ്ട് ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിന് ഡൈനാമിക്സ് ഇല്ലെങ്കിൽ ഏതൊരു വോളിയം എടുത്തു കഴിഞ്ഞാലും ആ വോളിയത്തിനകത്തുള്ള പദാർത്ഥങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും അതിൻ്റെ ബൗണ്ടറിയിലുള്ള സ്പേസിൻ്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ, അതാണ് എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ്. എൻ സർഫ് എന്ന് പറയുന്നത് സർഫസിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണം, എൻ ബൾക്ക് എന്ന് പറയുന്നത് ഈ ബൾക്കിലുള്ള സാധാരണ ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം. ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ സ്പേസിന് ഡൈനാമിക്സ് ഇല്ലെങ്കിൽ, സ്റ്റാറ്റിക് ആണെങ്കിൽ എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് സ്പേസിന് ഐൻസ്റ്റീൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഐൻസ്റ്റീൻ ഇക്വേഷൻ വിൽ ബി റെഡ്യൂസ്ഡ് ടു എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ്. തിരിച്ചു പറഞ്ഞാൽ എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ്, ഒരു സ്റ്റാറ്റിക് സ്പേസിന് എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ സമവാക്യത്തിന് തുല്യമാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് സ്പേസ് ടൈമിൽ എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ്, അതായത് സർഫസിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും സർഫസിനകത്തുള്ള സാധാരണ മാറ്ററിന്റെ എണ്ണവും തുല്യമായിരിക്കും എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ സമവാക്യത്തിന് തുല്യമാണ്, ഐൻസ്റ്റീൻ ഗ്രാവിറ്റി ഇക്വേഷന് തുല്യമാണ്. അപ്പോൾ സ്പേസിന് ഡൈനാമിക്സ് ഉണ്ടെങ്കിലോ, സ്പേസ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഈ നമ്പറുകൾ തുല്യമായിരിക്കത്തില്ല. സ്റ്റാറ്റിക് സ്പേസ് അല്ലെങ്കിൽ ബൗണ്ടറിയിലുള്ള സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും ബൗണ്ടറിക്കകത്തുള്ള മാറ്ററിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കത്തില്ല, വ്യത്യാസമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വ്യത്യാസമാണ് സ്പേസിന്റെ ഡൈനാമിക്സിന് കാരണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. മുൻപുള്ള സ്ക്രീൻ ഒന്നുകൂടെ കാണിക്കാം. എൻ ബൾക്കും എൻ സർഫും, അതായത് പുറത്ത് ബൗണ്ടറിയിലുള്ള സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും ബൗണ്ടറിക്കകത്തുള്ള മാറ്ററിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾക്കിനകത്തുള്ള മൊത്തം എനർജിയെ സർഫസിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തെ ടെമ്പറേച്ചർ കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ബൾക്കിനകത്ത്, ഈ സർഫസിനകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിന്റെ മൊത്തം എനർജി കണ്ടുപിടിക്കാൻ സ്പേസിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തെ ടെമ്പറേച്ചർ കൊണ്ട് ഗുണിച്ചാൽ മതി. സ്റ്റാറ്റിക് ആകുമ്പോൾ, സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഈ രണ്ട് ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കത്തില്ല, അവ വ്യത്യാസപ്പെട്ടിരിക്കും. ആ വ്യത്യാസമാണ് സ്പേസിന്റെ ഡൈനാമിക്സ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം, കാരണം ഇത് നമ്മുടെ ഇന്നത്തെ ടോക്കിന്റെ ഹാർട്ടാണ് ഇത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് സ്പേസ് ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലുള്ള സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കണ്ടെയ്ൻ ചെയ്യുന്ന വോളിയത്തിലുള്ള മാറ്ററിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കും. സ്പേസ് സ്റ്റാറ്റിക്കാണ്. ഒരു ഡൈനാമിക് സ്പേസ് ടൈം ആണെങ്കിൽ, എവല്യൂഷനുള്ള സ്പേസ് ടൈം ആണെങ്കിൽ ഈ നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വ്യത്യാസമാണ് അതിന്റെ ഡൈനാമിക്സിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ്. അതായത് നമ്മൾ ഡൈനാമിക്സ് ഓഫ് സ്പേസ് ടൈം ഈസ് സ്റ്റഡിങ് ഫ്രം ദാറ്റ് സ്പേസ് ടൈം ഹാസ് ഗോട്ട് മൈക്രോസ്കോപ്പിക് ഡിഗ്രീസ് ഓഫ് അറ്റോമിക് സ്ട്രക്ചർ ജസ്റ്റ് ലൈക്ക് മാറ്റർ. ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് സെഞ്ചുറീസ് കൊണ്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു ഐഡിയാസാണ്. നമ്മളിപ്പോൾ ന്യൂട്ടോണിയൻ തിയറി ഓഫ് മെക്കാനിക്സിൽ എടുത്തു കഴിഞ്ഞാൽ സ്പേസ് ഈസ് എന്താ പറയുക, നിശ്ചലമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. അതിനൊരു എക്സിസ്റ്റൻഷ്യൽ സ്റ്റാറ്റസ് ന്യൂട്ടോണിയൻ ഡൈനാമിക്സിലില്ല. ബോഡീസിന്റെ ഡൈനാമിക്സ് നടക്കുന്ന ഒരു പശ്ചാത്തലം മാത്രമാണ് സ്പേസ്. അതിനൊരു എക്സിസ്റ്റൻഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്.
അപ്പോൾ ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ കർവേച്ചറാണ്. കർവേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാറ്ററാണ്. അപ്പോൾ മാറ്ററിന് ഡൈനാമിക്സ് ഉണ്ടെങ്കിൽ കർവേച്ചറിന് ഡൈനാമിക്സ് ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധമാണ് ഗ്രാവിറ്റി. ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണെന്നും സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണെന്നും തെർമോഡൈനാമിക്സ് ആണെങ്കിൽ സ്പേസ് ടൈമിന് അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടെന്നും എങ്ങനെ സ്പേസ് ടൈമിന്റെ ഡൈനാമിക്സിനെ ഈ സ്പേസ് ടൈമിന്റെ ആറ്റംസ് എന്നുള്ള അപ്രോച്ചിൽ നിന്ന് നമുക്ക് സമീപിക്കാൻ പറ്റും. അപ്പോൾ സ്പേസ് ടൈമിന്റെ ഡൈനാമിക്സിന് കാരണം സ്പേസ് ടൈമിന്റെ ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും ആ ബൗണ്ടറിക്കകത്തുള്ള സാധാരണ മാറ്ററിന്റെ എണ്ണങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടിട്ടാണ്. ഇത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് ഇന്ന് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിന്റെ വികാസം പഠിക്കുന്നതിന് വരെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ആൻ എമർജന്റ് ഫിനോമിനൻ. കാരണം സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണ് ഗ്രാവിറ്റി. ഒരു എമർജന്റ് ഫിനോമിനൻ ആയതുകൊണ്ടാണ് സ്പേസ് ടൈമിന് നമുക്ക് തെർമോഡൈനാമിക് നേച്ചർ കൊടുക്കാൻ പറ്റുന്നതും സ്പേസ് ടൈമിന് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാവിറ്റി എമർജന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പേസിന് അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പടി കൂടി കടന്ന് ആലോചിക്കാം. ഗ്രാവിറ്റി എമർജന്റ് എന്ന് പറയുന്നത് പോലെ സ്പേസ് ടൈം എമർജന്റ് ആണോ? സ്പേസ് ടൈമും വേറെ എന്തെങ്കിലും ഫണ്ടമെന്റൽ ഒബ്ജക്റ്റിൽ നിന്നും ആവിർഭവിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ ആറ്റംസ് കൂടി വരുമ്പോഴുള്ള അവയുടെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ് ഗ്രാവിറ്റി. അപ്പോൾ ആറ്റംസിന്റെ ബേസിക് ലെവലിൽ അതിന് നമ്മൾ ഈ പറയുന്ന ഗ്രാവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഉത്തരം ഇല്ല എന്നായിരിക്കാം. അപ്പോൾ ഗ്രാവിറ്റി ആവിർഭവിച്ചു വരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് പോലെ സ്പേസ് തന്നെ ആവിർഭവിച്ചു വരുന്ന എമർജ് ചെയ്ത് വരുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഏതെങ്കിലും കൂടുതൽ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റിൽ നിന്നും ആവിർഭവിച്ചു വരുന്ന ഒരു എൻറ്റിറ്റി സ്പേസ് ടൈം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാം. ഗ്രാവിറ്റി എമർജന്റ് ആണെന്ന് പറയുന്ന പോലെ ക്യാൻ സ്പേസ് ടൈം ബി എമർജന്റ്? ഇവിടെ വലിയൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. നമ്മൾ സ്പേസ് ടൈം എന്ന് പറയുമ്പോൾ സ്പേസും ടൈമും കൂടി ചേർന്നതാണ്. അപ്പോൾ എമർജ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഫണ്ടമെന്റൽ ഒബ്ജക്റ്റിൽ നിന്നും ആവിർഭവിച്ചു വരുന്ന ഒരു സവിശേഷതയായിരിക്കും. അപ്പോൾ സ്പേസും എമർജന്റ് ആവണം, ടൈമും എമർജന്റ് ആവണം. ഈ ടൈം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു 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 ഒബ്ജക്റ്റാണ്. To propose that a time is emergent from some more fundamental objects, it's very difficult. പക്ഷേ ഈ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് പ്രപഞ്ചത്തിലെ മൊത്തത്തിലുള്ള ഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സികൾ പരസ്പരം അകന്നകന്നു പോകും. ഈ അകന്നകന്നു പോകുന്നതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ഐൻസ്റ്റീൻസ് ഗ്രാവിറ്റി ഉപയോഗിക്കുന്നത്. ഐൻസ്റ്റീൻസ് ഗ്രാവിറ്റി നമ്മൾ എക്സ്പാൻഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗാലക്സികൾ അകന്നകന്ന് പോവുകയല്ല ചെയ്യുന്നത്, ശരിക്കും സ്പേസ് എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഗാലക്സികൾ സ്പേസിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക, അവയ്ക്കിടയിലുള്ള സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം ഗാലക്സികൾ തമ്മിൽ അകന്നകന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ശരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത് സ്പേസ് ആണ്. അപ്പോൾ ഗാലക്സികൾ തമ്മിൽ അകന്നകന്നു ബേസിക്കലി സ്റ്റേഷനറി ആയതുകൊണ്ട് സ്റ്റേഷനറി ഒബ്ജക്ട്സ് എല്ലാം ഒരേ സമയം മെഷർ ചെയ്യും. റിലേറ്റീവ് മോഷൻ ഇല്ല, ബേസിക്കലി റിലേറ്റീവ് മോഷൻ ഇല്ല. ഉള്ള റിലേറ്റീവ് മോഷൻ സ്പേസിന്റെ ഡൈനാമിക്സ് കൊണ്ടുണ്ടാകുന്നു. അപ്പോൾ ഗാലക്സികൾ സ്വതവേ അകന്നകന്നു പോകാത്തതുകൊണ്ട് എല്ലാ ഗാലക്സികളും ഒരേ സമയം മെഷർ ചെയ്യും, പ്രോപ്പർ ടൈം. ഒരേ സമയം മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഡയലേഷന്റെ കാര്യമില്ല. അപ്പോൾ നമുക്ക് സ്പേസിന്റെ ഡൈനാമിക്സും ടൈമിന്റെ ഡൈനാമിക്സും നമുക്ക് ബൈഫർക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും മെഷർ ചെയ്യുന്ന ഒരേ ടൈമാണ്, കോസ്മിക് ടൈം. ബിക്കോസ് എക്സ്പാൻഷൻ ഈസ് റിയലി ദ എക്സ്പാൻഷൻ ഓഫ് ദ സ്പേസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പാൻഷൻ പഠിക്കാൻ സ്പേസിനെയും ടൈമിനെയും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷന്റെ കാര്യത്തിൽ
സ്പേസിനെയും ടൈമിനെയും ബൈഫർക്കേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ടൈമിനെ മാറ്റി നിർത്തിയിട്ട് യു ക്യാൻ പുട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദ സ്പേസ് ഈസ് എമർജന്റ്, യു ലീവ് ടൈം. പിന്നെ ടൈമിനെ നമുക്ക് മാറ്റി നിർത്താൻ കോസ്മോളജിയിൽ നമുക്ക് പറ്റും. So you are asking the question, is the space is also an emergent quantity like gravity? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പേസ് എന്തെങ്കിലും ഫണ്ടമെന്റൽ ഒബ്ജക്റ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണോ, അതും ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോലെ ഒരു എമർജന്റ് ഫിനോമിനൻ ആണോ? അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് സ്പേസിനെ ഈ ഈ ഈ ഈ സ്പേസിന്റെ എമർജൻസ് എന്ന അപ്രോച്ചിൽ കൂടി നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഇത് ഏതാണ്ട് 2000-ങ്ങളിൽ പത്മനാഭൻ മുമ്പോട്ട് വെച്ചൊരു ഐഡിയ ആണ്. ദിസ് ഈസ് എൻ ഐഡിയ ഓഫ് പത്മനാഭൻ ആൻഡ് ജെനുവിൻ or original idea of Padmanabhan, who proposed that expansion of the universe can be treated as the emergence of cosmic space. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് വിശദീകരിക്കേണ്ട ആവശ്യം വരും. അതായത് നമ്മളിപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്, സ്പേസ് ആറ്റംസ്. നമ്മൾ ടൈമിനെ മാറ്റി നിർത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ദൃശ്യപ്രപഞ്ചത്തിന് ഒരു അതിർത്തിയുണ്ട്. അതിനെ നമ്മൾ ഹൊറൈസൺ എന്നാണ് വിളിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിന് ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ആ ബൗണ്ടറിയിലുള്ള സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും ആ ബൗണ്ടറിക്ക് അടുത്ത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഗ്രാവിറ്റേറ്റ് ചെയ്യാവുന്ന മാറ്ററിന്റെ, സാധാരണ മാറ്ററിന്റെ റേഡിയേഷന്റെ ആറ്റങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രപഞ്ചത്തിന്റെ വികാസത്തിന് കാരണം. അപ്പൊ പ്രപഞ്ചത്തിന്റെ വികസിക്കാൻ കാരണം, അല്ലെങ്കിൽ അതിന്റെ വോളിയം കൂടാൻ കാരണം ഈ സർഫസിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും സർഫസിനകത്ത് വോളിയത്തിലുള്ള സാധാരണ മാറ്ററിന്റെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ്. അങ്ങനെ ഒരു ഇക്വേഷൻ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം ഓഫ് ദ യൂണിവേഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ ബൗണ്ടറി ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് within the boundary due to the gravitating. ഇങ്ങനെ ഒരു ഇക്വേഷൻ പത്മനാഭൻ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. അപ്പൊ സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആവിർഭവിച്ചു വരികയാണ്. കോസ്മിക് സ്പേസ് എമർജസ് വിത്ത് കോസ്മിക് ടൈം, റൈറ്റ്? അപ്പൊ സ്പേസിന്റെ ഈ എക്സ്പാൻഷന്റെ ഡൈനാമിക്സ് പഠിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബേസിക് ഗ്രാവിറ്റി ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഈ സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താ, നിങ്ങൾ ബൗണ്ടറിയിലുള്ള സ്പേസ് ടൈം ആറ്റത്തിന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, ബൗണ്ടറിയുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ LP² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ബൗണ്ടറിക്ക് അകത്തുള്ള ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിനെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ബോൾട്സ്മാൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ആറ്റങ്ങളുടെ എണ്ണം, സാധാരണ ആറ്റങ്ങളുടെ എണ്ണം കൂടെ കണ്ടുപിടിക്കുക. ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ദ യൂണിവേഴ്സ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരു പക്ഷേ നമുക്ക് വലിയ അത്ഭുതം തോന്നും. പക്ഷെ പറ്റുമെന്നുള്ളതാണ്. ഐൻസ്റ്റീൻ ഇക്വേഷൻ തരുന്ന കോസ്മോളജി ഇക്വേഷൻ പത്മനാഭൻ പറയുന്ന ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സിമ്പിൾ ഇക്വേഷനിൽ നിന്നും ഐൻസ്റ്റീൻ ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഫ്രീഡ്മാൻ ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഫ്രീഡ്മാൻ ആണ് ഐൻസ്റ്റീൻ ഇക്വേഷൻ ആദ്യമായിട്ട് പ്രപഞ്ചത്തിന് വേണ്ടി പ്രപഞ്ചത്തിന്റെ വികാസം പഠിക്കാനായിട്ട് ഉപയോഗിച്ചത്. ഫ്രീഡ്മാൻ അല്ലെങ്കിൽ ലമാത്രെ എന്ന് വേറെ ഒരു സയന്റിസ്റ്റ്. അവര് ഐൻസ്റ്റീൻ ഇക്വേഷനും പിന്നെ യൂണിവേഴ്സിലെ മാറ്ററിന്റെയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ അസ്യൂം ചെയ്തിട്ട് ദേ യൂസ്ഡ് ഐൻസ്റ്റീൻ ഇക്വേഷൻ ടു ക്രിയേറ്റ് ഇക്വേഷൻസ് വിച്ച് ഡിസ്ക്രൈബിങ് ദ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ്. അതിനാണ് ഫ്രീഡ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഫ്രീഡ്മാൻ ഇക്വേഷൻ, അത് വരുന്ന ഐൻസ്റ്റീൻ ഇക്വേഷൻ, ആ ഫ്രീഡ്മാൻ ഇക്വേഷൻ ഈ സിമ്പിൾ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഡ്രൈവ് ചെയ്യും ഈ സ്പേസ് ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും ബൗണ്ടറിക്കകത്തുള്ള മാറ്റർ ആറ്റങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു പ്രഥമ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു? ഉത്തരം വളരെ ലളിതമാണ്. ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും ബൗണ്ടറിക്കകത്തുള്ള മാറ്ററിന്റെ
ആറ്റങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പേസിന്റെ എക്സ്പാൻഷന് കാരണം. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ഐൻസ്റ്റീൻസ് ഗ്രാവിറ്റിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മതിയായ ഒരു ഉത്തരമില്ല. വൈ ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. It can tell only how the universe is expanding. It doesn't tell why it is expanding. ഇവിടെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതിനും കൂടെ ഒരു ഉത്തരവുണ്ട്. എന്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നു? ഈ രണ്ട് ആറ്റങ്ങളുടെ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം എന്ന് തീരുന്നു അന്ന് പ്രപഞ്ചത്തിന്റെ ഡൈനാമിക്സ് നിൽക്കും. അപ്പൊ ഇപ്പോ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു അല്ല ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും ബൗണ്ടറിക്കകത്തുള്ള മാറ്റർ ആറ്റങ്ങളുടെ എണ്ണവും വ്യത്യാസമാണ്. ഈ വ്യത്യാസം കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ്. ഇത് നമുക്ക് ഈ സിമ്പിൾ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സിമ്പിൾ ഇക്വേഷൻസ് ഐൻസ്റ്റീൻ ഇക്വേഷനിൽ നിന്ന് വരുന്ന ഫ്രീഡ്മാൻ ഇക്വേഷനിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു അപ്രോച്ചിൽ നിന്ന് മനസ്സിലാക്കാം. ഈ അപ്രോച്ചിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് നമുക്ക് ഐൻസ്റ്റീൻസ് തിയറിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു അഡീഷണൽ കമ്പോണന്റ് നമ്മൾ ഇക്വേഷനിൽ ചേർക്കണം. സ്വതവേ ഐൻസ്റ്റീൻ ഇക്വേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല, റീസെന്റ് ആക്സിലറേഷൻ. പക്ഷെ ഈ തിയറിയുടെ ബേസിസിൽ എമർജന്റ് സ്പേസ് പാരഡൈം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിളിക്കാം. അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ പഠിക്കുന്നതെങ്കിൽ ഈ റീസെന്റ് ആക്സിലറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ കോൺസ്റ്റന്റ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇക്വേഷനിലേക്ക് ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഇക്വേഷൻ നാച്ചുറലി എക്സ്പ്ലെയിൻ the accelerated expansion of the universe without any additional external input of any constant called a cosmological constant or dark energy. This theory will predict the cosmological constant or dark energy. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ ഐൻസ്റ്റീൻസ് തിയറിക്ക് പറ്റാതെ വരുന്ന ചില പുതിയ കാര്യങ്ങൾ ഈ തിയറിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ തിയറി ഇന്നും ശാസ്ത്രാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഒരു ഫുൾ പ്രൂഫ് തിയറി ആയിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ എന്തെങ്കിലും പുതിയ പ്രഡിക്ഷൻസ് നടത്തി അത് വെരിഫൈഡ് ആകണം. ഈ തിയറി ഓൾറെഡി ഒരു പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ളത് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിന്റെ മാഗ്നിറ്റ്യൂഡ് പ്രഡിക്റ്റ് ചെയ്തത്. അത് ഐൻസ്റ്റീൻസ് തിയറിക്ക് പറ്റാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ തുച്ഛമാണ്. ഈ തിയറിയിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്രഡിക്റ്റ് ചെയ്യാം. എന്നാൽ ഒരു കാര്യം മാത്രം പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളൊരു തിയറി 100% തെറ്റിയാണ് അല്ലെങ്കിൽ ഐൻസ്റ്റീൻസ് തിയറി ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ അപ്രോച്ച് വളരെ പ്രബലമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നതിനെ ഒന്നുകൂടെ ഒന്ന് സംഗ്രഹിക്കാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്പേസ്? നമ്മുടെ പ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ സ്പേസ് ടൈം, മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഈ 3 കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ മാറ്ററിനെയും റേഡിയേഷനെയും കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും അറ്റോമിക് പ്രോപ്പർട്ടീസും ഉണ്ട്, വേവ് പ്രോപ്പർട്ടീസും. അപ്പോൾ അതേപോലത്തെ ഒരു കമ്പോണന്റ് ആണ് പ്രപഞ്ചത്തിന്റെ ഒരു കമ്പോണന്റ് ആണ് സ്പേസ്. സ്പേസും ഈ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇതിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് ഗ്രാവിറ്റി തിയറിയിലൂടെയാണ്. ഓക്കെ, ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി തിയറിയാണ് ഇതിന്റെ ഫസ്റ്റ് ഹിന്റ് തരുന്നത്. എങ്ങനെ നിങ്ങൾ ഈ തിയറി ബ്ലാക്ക് ഹോൾസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ വയലേഷൻ മാറിക്കിട്ടണമെങ്കിൽ ബ്ലാക്ക് ഹോൾസ് റേഡിയേറ്റ് ചെയ്യണം. ബ്ലാക്ക് ഹോൾസ് റേഡിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ഹോൾസ് ഒരു തെർമൽ ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ബ്ലാക്ക് ഹോൾസിന്റെ പ്രസൻസിൽ ഐൻസ്റ്റീൻ ഇക്വേഷൻ ഒരു തെർമോഡൈനാമിക് ഇക്വേഷനായിട്ട് പരിണമിക്കും. ഇത് ബ്ലാക്ക് ഹോൾസിന്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് ആദ്യകാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും പിൽക്കാലത്ത് ബ്ലാക്ക് ഹോൾസിൽ മാത്രമല്ല ഗ്രാവിറ്റി പൊതുവെ സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണെന്ന് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഗ്രാവിറ്റി സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണെങ്കിൽ സ്പേസ് ടൈമിന് ഹീറ്റ് ക്യാരി ചെയ്യാൻ പറ്റും, അത് ഹോട്ടാണ്. ഹീറ്റ് ക്യാരി ചെയ്യണമെങ്കിൽ അതിന് ആറ്റോമിക് സ്ട്രക്ചർ വേണം. അതിനെയാണ് നമ്മൾ ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വലിയ ഒരു ബ്ലോക്കേഡ് ഉണ്ട്.
you are quantizing both space and time. അത് വളരെ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്, റൈറ്റ്? പക്ഷേ ഈ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് പ്രപഞ്ചത്തിന്റെ മൊത്തം കാര്യത്തിൽ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു ആശ്വാസം. എന്താണ് ആശ്വാസം? നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വികാസം പഠിക്കുമ്പോൾ സ്പേസിനെയും ടൈമിനെയും ബൈഫർക്കേറ്റ് ചെയ്യാം. കാരണം ഗാലക്സീസ് ആർ അറ്റ് റെസ്റ്റ്. What is expanding is the space, and this expanding space carries the galaxies along with it. So galaxies effectively are at rest. Therefore, all of them are measuring the same time, what we call as cosmic time. There is no question of time dilation. അതുകൊണ്ട് തന്നെ സ്പേസിനെയും ടൈമിനെ നമുക്ക് ബൈഫർക്കേറ്റ് ചെയ്യാം. സ്പേസിന്റെ കാര്യം മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പേസിന്റെ ആറ്റത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. സ്പേസ് ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ് ക്യാൻ ക്യാരി ഹീറ്റ്. ഇറ്റ് ഈസ് ഹോട്ട്, സോ ഇറ്റ് ഹാസ് ഗോട്ട് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. അപ്പോൾ ആ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്ന എമർജൻസ് ഓഫ് സ്പേസ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് നമുക്ക് വരുന്നത്. സ്പേസ് എമർജ് ചെയ്യുക, ഒരു ഫണ്ടമെന്റൽ ഒബ്ജക്റ്റിൽ നിന്നും, സ്പേസ് ആറ്റംസിൽ നിന്നും സ്പേസ് എമർജ് ചെയ്ത് വരിക. അപ്പോൾ ഈ എക്സ്പാൻഷന്റെ കാരണം എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയിലുള്ള, ഹൊറൈസണിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും ബൗണ്ടറിക്കകത്തുള്ള മാറ്റർ ആറ്റങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് നമുക്കൊരു ഫണ്ടമെന്റൽ ലോ ആയിട്ട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ടമെന്റൽ ലോ ഐൻസ്റ്റീൻ ഇക്വേഷനിൽ നിന്ന് വരുന്ന ഫ്രീഡ്മാൻ ഇക്വേഷനായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിലുപരിയായിട്ട് എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു എന്നതിനുള്ള ഉത്തരവും കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാനും ഈ അപ്രോച്ചിൽ കൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, മാറ്ററിനെയും റേഡിയേഷനെയും പോലെ സ്പേസിനും അറ്റ്ലീസ്റ്റ് സ്പേസിനും ഒരു അറ്റോമിക് സ്വഭാവമുണ്ട്. ഒരു ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്ന പ്ലാങ്ക് ഏരിയക്ക് തുല്യമാണ്. പ്ലാങ്ക് ഏരിയക്ക് തുല്യം എന്ന് പറയുമ്പോൾ 10⁻⁷ വരും. 60ക്കും 70ക്കും ഇടയിലും വരും. അപ്പോൾ ഒരു സ്ക്വയർ മീറ്റർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്ലാങ്ക് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻60 ആറ്റംസ് ആണ്, സ്പേസ് ആറ്റംസ്. നോക്കുക, നിങ്ങൾ ഒരു മോളാർ വോളിയം എടുത്തു കഴിഞ്ഞാൽ 10⁻23 മാറ്റർ ആറ്റംസേ ഉള്ളൂ. അതേപക്ഷെ ഒരു സെന്റിമീറ്റർ സ്ക്വയർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ 10⁻60 ആറ്റംസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ചെറുതായിരിക്കണം. അത്രയും ചെറുതായിട്ടുള്ള സ്പേസ് ആറ്റംസിനെ പ്രോബ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്കിന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈ സ്പേസ് ആറ്റത്തിന്റെ അപ്രോച്ചിൽ നിന്ന്, അങ്ങനെ ഉണ്ട് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്ന് നമുക്ക് സ്പേസിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കാനും ആക്സിലറേഷൻ പ്രത്യേകിച്ച് മനസ്സിലാക്കാനും, എന്തുകൊണ്ട് വികസിക്കുന്നു, ഡാർക്ക് എനർജിയുടെ മൂല്യം എത്ര, ഇതൊക്കെ നിർണ്ണയിക്കാൻ നമുക്ക് ഈ എമർജൻസ് ഓഫ് സ്പേസ് അല്ലെങ്കിൽ ആറ്റംസ് ഓഫ് സ്പേസ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും നമുക്ക് സാധിക്കും. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച കണ്ടിന്യൂ ചെയ്യാം.